നമസ്കാരം. ഇന്ന് ഞാനൊരു വലിയ ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് പറയാനായി പോകുന്നത്. അതായത് 2026 ജൂൺ 22. ഓർത്തു വെച്ചോളൂ ഈ തീയതി, 2026 ജൂൺ മാസം 22. കാരണം അന്ന് കർക്കിടകം രാശിയിലൊരു മഹാസംയോഗം നടക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇതിനെ ത്രിഗ്രഹി യോഗം എന്ന് പറയാൻ സാധിക്കും. അതായത് 3 ഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ ബുധൻ, വ്യാഴം, ശുക്രൻ, ഈ 3 ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ കർക്കിടകത്തിൽ ഒന്നിച്ചു വരുന്നു. ഇതിനെയാണ് ത്രിഗ്രഹി യോഗം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത് ഗ്രഹങ്ങൾ വെറും ഒരു കൂടിച്ചേരൽ മാത്രമല്ല, സരസ്വതി യോഗം കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് വിദ്യയുടെ കാരകത്വം വഹിക്കുന്ന ബുധൻ, ജ്ഞാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കാരകത്വം വഹിക്കുന്ന ഗ്രഹമായ ഗുരു വ്യാഴം, ഇനി ധനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും കാരകനായ ശുക്രൻ, ഈ മൂവരും കൂടി ചേരുകയാണ്. ചേരുമ്പോൾ എന്ത് സംഭവിക്കും? കടങ്ങളൊക്കെ മാറും. ഒരു മഹാഭാഗ്യം തന്നെ ജീവിതത്തിൽ വന്നു ചേരും. പക്ഷേ ആർക്കൊക്കെ? അതാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഇതെല്ലാവർക്കും ഒരേപോലെ ഫലം തരുകയില്ല. നിങ്ങളുടെ ജാതകം, ദശാപഹാരം, ഇതേപോലെ കർമ്മം എല്ലാം ഇതിൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് പൊതുഫലമാണ്, അതൊന്ന് മനസ്സിലാക്കണം. കേട്ട് ആശ്വസിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, നമ്മുടെ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. കർമ്മം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഏതൊക്കെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ മാറ്റം നടത്തിയാലും അതിൻ്റെ ഫലം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഭാഗ്യ രാശി നമുക്ക് നോക്കിയാൽ മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത്. മേടം രാശിക്കാർക്ക് ഈ യോഗം 4-ാം ഭാവത്തിലാണ് വരുന്നത്. ഗൃഹം, അതേപോലെ വാഹനം, മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനം എന്നിവയുടെയൊക്കെ ഭാവം. അപ്പോൾ കുറേ കാലമായിട്ട് വീട് പണി നിന്നുപോയവരാരെങ്കിലുമാണ് മേടം രാശിക്കാരായി ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആശ്വസിക്കാൻ സമയമാണ്. വീട് പണി നടക്കാനുള്ള ഭാഗ്യം 22-ാം തീയതിക്ക് ശേഷം ഉണ്ടാകും. അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസം എന്നിവ അനുഭവിക്കുന്നവരാണെങ്കിൽ മാതാവിന് വേഗം തന്നെ സൗഖ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മനസ്സിൻ്റെ ഭാരമൊക്കെ കുറയുന്നതായ ഒരു സമയം. പക്ഷേ ഒരു കാര്യമുണ്ട്, ക്ഷമ കൈവിടാതിരിക്കാനായിട്ട് മേടം രാശിക്കാരുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധയുണ്ടാകണം. അതായത് വീട്ടിൽ വെച്ചാണെങ്കിലും വാക്കുതർക്കങ്ങൾ, ഉറക്കെയുള്ള സംസാരം ഒന്നും തന്നെ പാടില്ല. കാരണം ഈ കാലത്ത് അതൊക്കെ വലിയ വിഷയങ്ങളിലേക്ക് പോകാൻ സാധ്യത വരും. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഏത് പ്രധാന കാര്യത്തിന് പുറപ്പെടും മുൻപും അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ തിങ്കളാഴ്ച അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത്, അതായത് നെയ്വിളക്ക് തെളിയിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. നെയ്വിളക്ക് നിങ്ങൾ നെയ്യ് വാങ്ങിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ മതി. അപ്പോൾ തിരുമേനി അത് ദീപം തെളിയിച്ചു കൊള്ളും. അപ്പോൾ ഒരു നെയ്യ് സമർപ്പണം, അല്ലെങ്കിൽ നെയ്വിളക്ക് തെളിയിച്ച് ഒരു വിളക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. അപ്പോൾ തിങ്കളാഴ്ച ദിവസം വേണം, ദേവീക്ഷേത്രത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് ഈ യോഗം 3-ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ധൈര്യം, ആശയവിനിമയം, സഹോദരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവം. അപ്പോൾ ഗുണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ വാക്കിന് വില വരുന്ന സമയമാണ്. ബുധൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകുമ്പോൾ തേനൂറുന്ന മാധുര്യത്തോടു കൂടി സംസാരിക്കാൻ സാധിക്കുക എന്നതാണ് ബുധൻ നൽകുന്നത്. അതായത് മറ്റുള്ളവർക്ക് കാതിന് ഇമ്പമേകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അരോചകത്വം തോന്നാത്ത രീതിയിലുള്ള സംസാരം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത് ജോലിസ്ഥലത്തായാലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾക്ക് ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതിനും വഴിയൊരുക്കും. സ്ഥാനക്കയറ്റം തടസ്സപ്പെട്ട് കിടന്നവരാണെങ്കിൽ അതിനുള്ള വഴി തെളിയുന്നതാണ്. മാർക്കറ്റിംഗ്, മീഡിയ, അതേപോലെ എഴുത്ത്, കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെയും നല്ലതായ ഒരു സമയമാണ് തുടങ്ങാൻ പോകുന്നത്. ഒരു വലിയ ഇടപാട് അല്ലെങ്കിൽ വലിയ ഒരു അംഗീകാരം ഒക്കെ വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവർക്കും ഒരു വലിയ, നിങ്ങൾ ഇത്രയും നാൾ എനിക്ക് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായ വലിയൊരു മാറ്റവും നേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസം അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്ന ഉത്തമമാണ്. കഴിയുമെങ്കിൽ ഒരു പാലഭിഷേകം കൂടി നടത്തിയാൽ വളരെയധികം ഉത്തമമായിരിക്കും. ഇനി അടുത്തത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിയാണ്. മിഥുന ലഗ്നത്തിൻ്റെ അധിപൻ തന്നെ ബുധനാണ്. അപ്പോൾ ഇവിടെ ബുധൻ ഉച്ചസ്ഥനായ വ്യാഴത്തോടും ശുക്രനോടും കൂടി 2-ാം ഭാവത്തിലാണ്. എന്താണ് അപ്പോൾ 2-ാം ഭാവം എന്ന് പറയുന്നത്? ധനം, കുടുംബം, വാക്ക് എന്നിവയാണ്. അപ്പോൾ നിങ്ങളുടെ കടങ്ങളൊക്കെ തീരാൻ പോകുന്നതായ ഒരു സമയം കൂടിയാണ്. വരുമാനത്തിലൊക്കെ ഒരു വർധനവുണ്ടാകും.
കൂടാതെ പുതിയ വരുമാന മാർഗങ്ങൾ വരെ തുറക്കപ്പെടേണ്ടതായ സമയമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, വാക്കുകൾ സൂക്ഷിക്കണമെന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതായത് ഈ സമയത്ത് പറയുന്ന വാക്കുകൾ അമ്പ് പോലെയാണ്. അതായത് നല്ലത് പറഞ്ഞാൽ നല്ലത് വരും, പക്ഷേ മോശമായ രീതിയിലുള്ള സംസാരം, എടുത്തുചാട്ടമൊക്കെ ആയാൽ നമുക്ക് തന്നെ വിനയായി മാറും. അതുകൊണ്ട് വാക്കുകളിലുള്ള ഒരു സൂക്ഷ്മത അത്യാവശ്യമാണ്. അല്പം സ്വർണമൊക്കെ വാങ്ങാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി ഒരു പിടി മുല്ലപ്പൂവ് അമ്മയ്ക്കൊന്ന് സമർപ്പിക്കുക. ഒരു മാലയായിട്ട് സമർപ്പിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു പിടി മുല്ലപ്പൂ അല്ലാതെ ഗൃഹത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഏതായാലും വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഒരു മുല്ലപ്പൂ, കുറച്ച് പിടി മുല്ലപ്പൂ അല്ലെങ്കിൽ ഒരു മുല്ലപ്പൂ മാല തന്നെ വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ ധനത്തിനനുസരിച്ച് വാങ്ങിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദിവസം ഓർത്തുള്ളൂ, വെള്ളിയാഴ്ച തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശി. അപ്പോൾ കർക്കിടകം രാശിയിൽ തന്നെയാണ് ഈ മഹായോഗം സംഭവിക്കുന്നത് എന്ന ഗുണം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ലഗ്നത്തിൽ വ്യാഴ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നുണ്ട്, കൂടെ ബുധനും ശുക്രനുമുണ്ട്. അപ്പോൾ ഇത് രാജയോഗത്തിന് തുല്യമായ മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. വാക്കിന് വിലയുണ്ടാകും, നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ പൂർണ്ണമായി പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞ് നിങ്ങളുടെ ചിരിക്ക് പോലും ഒരു വലിയ തേജസ് ഉണ്ടാകുന്നതായ സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു അഭിമാനം തോന്നുന്നതായ സമയം. ആളുകൾ നിങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ, നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ പ്രവൃത്തിയിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായ സമയം. കൂടാതെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പോലും സ്വയം നടന്നു കിട്ടുന്നത്. അതായത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നടത്താൻ ശ്രമിക്കുമ്പോഴും എത്ര എഫേർട്ട് എടുത്താലും ചിലപ്പോൾ നടക്കണമെന്നില്ല. പക്ഷേ ഇത് നമ്മൾ എഫേർട്ട് കുറച്ചെടുത്താൽ പോലും ഒരു 100% നമ്മൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതായ ഒരു സമയം കൂടിയാണ്. തൊഴിൽ പങ്കാളിത്ത ബിസിനസ്, പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്കും വലിയ ലാഭമൊക്കെ ഉണ്ടാകും. വിവാഹം നടക്കാതെ ഒരുപാട് നാളുകളായി വിഷമിക്കുന്നവർക്കും നല്ല ആലോചനകളൊക്കെ വേഗത്തിൽ വരാനുള്ള ഭാഗ്യം ഉണ്ടാകും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകാര്യങ്ങളിലാണ്, പ്രത്യേകിച്ച് വയറിൻ്റെ കാര്യങ്ങൾ. അതായത് പുറത്തു നിന്നുള്ള ഭക്ഷണം 22-ാം തീയതിക്ക് ശേഷം അല്പം ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമാണ്. ഹൈജീൻ അല്ലാത്തതായ ഫുഡൊന്നും അങ്ങനെ കഴിക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമം. വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദർശനം നടത്തുന്നത് ഉത്തമമാണ്. കൂടാതെ മഞ്ഞ വസ്ത്രം ആർക്കെങ്കിലും ദാനം ചെയ്യാൻ സാധിച്ചാലും അത് നിങ്ങൾക്ക് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. ഇനി മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും 12-ാം ഭാവത്തിലാണ് ഈ യോഗം സംഭവിക്കുക. അപ്പോൾ അല്പം ചിലവൊക്കെ കൂടേണ്ടതായ സമയമാണ്. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യം അല്ലെങ്കിൽ ദൂരദേശത്ത് നിന്ന് ലഭിക്കുന്നതായ ചില ലാഭങ്ങൾ അനുഭവിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ആശുപത്രിവാസമൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാകും. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ വന്നു ചേരുന്നതായ സമയമാണ്. അതായത് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും സമയം ഉത്തമം തന്നെയാണ്. കടം വീട്ടാൻ കയ്യിൽ ധനം വന്നു ചേരും. പക്ഷേ അനാവശ്യ ചിലവുകൾ വന്നു ചേരാനുള്ള ഒരു സാധ്യത നമ്മൾക്കിവിടെ തള്ളിക്കളയാൻ പറ്റില്ല. അല്പം ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്നതായ ഒരു അവസ്ഥയൊക്കെ വരും. കാരണം പണം കയ്യിൽ വരും, പക്ഷേ അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ചിലവായി പോകുന്നതായ ഒരു അവസ്ഥ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം അടുത്ത ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി ഒരു വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാർക്കും ലാഭസ്ഥാനത്ത് തന്നെയാണ് യോഗം സംഭവിക്കുന്നത്. സുവർണകാലം തന്നെയാണ് നിങ്ങൾക്കും തുടങ്ങുന്നത്. ഒന്നിലധികം വഴികളിലൂടെ ധനസമ്പാദന യോഗം ഇവിടെ കാണുന്നുണ്ട്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ഒക്കെ വന്നു ചേരും. സഹോദരരിൽ നിന്നുള്ള ചില സ്നേഹങ്ങൾ, ധനസഹായമായിട്ടായാലും അല്ലാതെയുള്ള സഹായങ്ങൾ, മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഒരു സഹായമൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. കർമ്മമേഖലയിൽ ഒരു കുതിച്ചുചാട്ട സമയം തന്നെയായിരിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓഫീസിൽ ചില കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ അനാവശ്യമായി ഓഫീസിൽ ചെല്ലുമ്പോൾ ആരുടെ കാര്യത്തിലും തലയിടാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ചിലപ്പോൾ ഈ കൂടെ നിന്ന് കൂട്ടുകൂടി സംസാരിക്കുന്നവർ പോലും നിങ്ങളങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ അസൂയയും കുശും പറയുന്നവരായിരിക്കും. നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവരായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ രാഷ്ട്രീയ സംസാരങ്ങൾ പുറത്തായിട്ട് ആളുകൾ രാഷ്ട്രീയം പറഞ്ഞാണ് വഴക്കോ അല്ലെങ്കിൽ തർക്കങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെയുള്ള തർക്ക വിഷയങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ബുധൻ പച്ചയുമായി പച്ച നിറത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ബുധന് ഒരു പ്രീതി ലഭിക്കുന്നതിനായി പശുവിന് പച്ചില കൊടുക്കുന്നതൊക്കെ ഉത്തമമാണ്. ഗൃഹത്തിൽ പശു ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അല്പം പുല്ല് നിങ്ങളുടെ കൈ കൊണ്ട് നല്ല പച്ച പുല്ല് കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യത്തെ നൽകുന്നതാണ്.
അപ്പോൾ വീണ്ടും മനസ്സിലാക്കുക, ഗ്രഹങ്ങൾ വഴികാട്ടുകയുള്ളൂ, നടക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഈ ഒരു ത്രിഗ്രഹി യോഗത്തിൻ്റെ പൂർണ്ണ ഫലം കിട്ടാനായി നിങ്ങൾ ഒരു 3 കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അതായത് ബുധൻ്റെ കാലമാണല്ലോ, അപ്പോൾ വാക്കുകൾ സൂക്ഷിക്കൂ എന്നതാണ് ആദ്യമേ അറിയേണ്ടത്. നാവിൽ നിന്ന് വരുന്നതൊക്കെ ചിലപ്പോൾ സത്യമാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ നല്ല കാര്യങ്ങൾ മാത്രം പറയുക. ആരെയും വഴക്ക് പറയാനോ ഒരു അനക്ഷരം പറയാനോ പോകാതിരിക്കാൻ ശ്രമിക്കണം. ഇനി വ്യാഴാഴ്ച ദിവസങ്ങളിൽ അന്നദാനമോ വസ്ത്രദാനമോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ശുഭകരമായിരിക്കും. വീട് എപ്പോഴും വൃത്തിയാക്കിയിടാനായിട്ട് ശ്രദ്ധിക്കുക. സ്ത്രീകളെ ബഹുമാനിക്കണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും ഏറ്റവും അധികം ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യും. എല്ലാവർക്കും ഈ യോഗത്തിൻ്റെ ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.